സ്നേഹം 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 സഹജമായി ഉണരുന്ന സ്നേഹം, നന്മ നിറയ്ക്കുന്ന സ്നേഹം, നമ്മെ ഒന്നാക്കി കോർക്കുന്ന സ്നേഹം, ആത്മാവാൽ കോർത്തൊരു സ്നേഹം, ഈ വിശ്വനിർമ്മല സ്നേഹം, വിശ്വനിർമ്മല സ്നേഹം. സഹജമായി ഉണരുന്ന സ്നേഹം, നന്മ നിറയ്ക്കുന്ന സ്നേഹം, നമ്മെ ഒന്നാക്കി കോർക്കുന്ന സ്നേഹം, ആത്മാവാൽ കോർത്തൊരു സ്നേഹം, ഈ വിശ്വനിർമ്മല സ്നേഹം, വിശ്വനിർമ്മല സ്നേഹം, വിശ്വനിർമ്മല സ്നേഹം. ജയ് ശ്രീ മാതാജി. സഹജയോഗ ഇന്നത്തെ മഹായോഗ എന്ന ഈ മഹത്തായ ധ്യാന പരിപാടിയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളൊക്കെ തന്നെ കുണ്ടലിനി അവേക്കൻ ചെയ്ത് റേസ് ചെയ്ത് ബന്ധൻ ചെയ്ത് ആ ബ്രഹ്മചൈതന്യത്തിനുള്ളിലിരുന്ന് സഹസ്രാരയിൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് ആ ധ്യാനത്തിലിരുന്നു കൊണ്ട് തന്നെ ഈ എപ്പിസോഡുകളൊക്കെ തീരുന്നത് വരെ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അവസാനം ശ്രീ മാതാജിയുടെ ടോക്കുകളോ ഒക്കെ തന്നെ ഇടുന്ന സമയത്തൊക്കെ തന്നെ ആ സഹസ്രാരയിലുള്ള അറ്റൻഷൻ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ചെയ്യുക. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് നാഭിയുടെയും വോയിഡിൻ്റെയും മന്ത്രങ്ങളുടെ ഉപയോഗമാണ്. അപ്പോൾ നാഭിയുടെ ഇടത് സൈഡിൽ ശ്രീ ഗൃഹലക്ഷ്മിയും വലത് സൈഡിൽ ശ്രീ രാജലക്ഷ്മി മന്ത്രവും നടുക്ക് ശ്രീ മഹാലക്ഷ്മി മഹാവിഷ്ണു മന്ത്രവും ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അതിനെ ചുറ്റിക്കിടക്കുന്ന ഭവസാഗരത്തിൽ ശ്രീ ആദിഗുരു ദത്താത്രേയായ മന്ത്രം ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അതേപോലെ അപ്പോൾ ആ ഭവസാഗരത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും വലിയ ഒരു പ്രതിജ്ഞയാണ് ശ്രീ മാതാജിയോട് നിങ്ങൾക്ക് ചോദിക്കാം, ശ്രീ മാതാജി ഞാൻ എൻ്റെ ഗുരുവാണോ എന്ന് ചോദിക്കുക. കാരണം ഞാൻ പറയുകയുണ്ടായി, നമ്മൾ കുണ്ടലിനി അവേക്കൻ ചെയ്തു കഴിഞ്ഞ് നമ്മളുടെ ആ ഒരു ആത്മീയ ഉന്നതി തുടങ്ങിക്കഴിയുമ്പോൾ നമ്മളുടെ അന്തരാത്മാവ് തന്നെയാണ് നമ്മളുടെ ഗുരു. ആ അന്തരാത്മാവാണ് നമ്മളെ നയിക്കേണ്ടത്. അപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മളുടെ ഗുരു. അപ്പോൾ അവിടെ ആദ്യം ശ്രീ മാതാജിയോട് ചോദിക്കുക, ശ്രീ മാതാജി ഞാൻ എൻ്റെ ഗുരുവാണോ? അത് കഴിഞ്ഞ് അവിടെ പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി പറയുക, ശ്രീ മാതാജി അവിടുത്തെ കാരുണ്യത്താൽ ഞാൻ എൻ്റെ ഗുരുവാകുന്നു, ഞാൻ ശുദ്ധമായ ജ്ഞാനത്തിൻ്റെ ഉറവിടമാകുന്നു. ഞാൻ അവിടെ പറയാവുന്നതാണ് നിങ്ങൾക്ക് കൈവച്ചുകൊണ്ട്, ശ്രീ മാതാജി ഞാൻ എൻ്റെ ഗുരുവാണോ? അത് കഴിഞ്ഞിട്ട് പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി പറയുക, ശ്രീ മാതാജി അവിടുത്തെ കാരുണ്യത്താൽ ഞാൻ എൻ്റെ ഗുരുവാണ്. കാരണം നമ്മുടെ തന്നെ ആയിട്ടുള്ള നമ്മളുടെ അന്തരാത്മാവിൻ്റെ പ്രകാശത്തിലാണ് നമ്മളുടെ അന്തരാത്മാവ് നമ്മുടെ ഗുരുവായിട്ടാണ് നമ്മളെ നയിക്കുന്നത്. അപ്പോൾ ഞാൻ ശുദ്ധമായ ആത്മാവാകിയാൽ ഞാൻ എൻ്റെ ഗുരുവാണ്. ഞാൻ ശുദ്ധമായ ജ്ഞാനമാകുന്നു, ആ ജ്ഞാനത്തിൻ്റെ ഉറവിടമാകുന്നു എന്ന് നിങ്ങൾക്ക് അവിടെ ആ ഭവസാഗരത്തിൽ നിങ്ങളുടെ ഗുരുതത്വം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അത് പറയാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ തന്നെ നിങ്ങളുടെ ആ എന്തെങ്കിലുമൊക്കെ ഇതുവരെയുള്ള നിങ്ങളുടെ ആ ജീവിത രീതി കൊണ്ടുമൊക്കെ നിങ്ങളുടെ ഗുരുതത്വത്തിലൊക്കെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. ഏറ്റവും പ്രധാന നിങ്ങൾ സഹജയോഗ തികച്ചും നിങ്ങൾ അഭ്യസിക്കാൻ തുടങ്ങുമ്പോൾ ഏറ്റവും വളരെയധികം നിങ്ങൾക്ക് വേണ്ടത്, കാരണം നിങ്ങളെ സ്വയം നിങ്ങളുടെ ഗുരുവായി കൊണ്ട് നിങ്ങളെ ശുദ്ധജ്ഞാനത്തിലൂടെ നിങ്ങൾ ഉയരുകയാണ്, നിങ്ങളുടെ അന്തരാത്മാവിൻ്റെ പ്രകാശത്തിൽ നിങ്ങൾ നടക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അന്നേരം നമ്മളുടെ വോയിഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഗുരു പ്രിൻസിപ്പിളാണ്. അത് പൂർണ്ണമായിട്ടും നമുക്ക് അനുഭവനീയമാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെയുള്ള നമ്മളുടെ ജീവിത രീതി കൊണ്ടൊക്കെ അറിവില്ലായ്മ കൊണ്ടും ഒക്കെ യഥാർത്ഥ ഗുരുക്കന്മാരുടെ ഒക്കെ അടുത്തല്ലാതെ ആരുടെയെങ്കിലുമൊക്കെ അടുത്ത് പോവുകയും നിങ്ങൾ അവരുടെയൊക്കെ ചിലപ്പം പാദങ്ങളൊക്കെ വന്ദിക്കുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മളുടെ ആ ഗുരുതത്വത്തെ ബാധിച്ചിട്ടുണ്ടാവാം. അതൊക്കെ വളരെയധികം ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൂർണ്ണമായ ഒരു സറണ്ടറിങ് സഹജയോഗയിലേക്ക് നിങ്ങൾക്കത് അനുഭവനീയമാകണമെങ്കിൽ പൂർണ്ണമായ സറണ്ടറിങ്ങോടുകൂടി നിങ്ങൾ സറണ്ടർ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങളുടെ ഗുരുവായിക്കൊണ്ട് നിങ്ങളുടെ ആ ഒരു ഭവസാഗരം ക്ലിയർ ആവുകയും നിങ്ങളുടെ ഗുരുതത്വം നിങ്ങളുടെ എസ്റ്റാബ്ലിഷ് ആകുകയും ചെയ്യുള്ളൂ.
അപ്പോൾ അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. അത് സഹജയോഗയിലെ ഉന്നമനത്തിന് അത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഹൃദയചക്രമാണ്. ഹൃദയചക്രത്തിൽ ഇടത് സൈഡിൽ ഉള്ള നമ്മളുടെ അന്തരാത്മാവ് കുടികൊള്ളുന്ന ഹൃദയചക്രത്തിൽ അവിടെ ശ്രീ ശിവപാർവതി തത്വമാണ് ഉള്ളത്. ശിവനും പാർവതിയും ചേർന്നുള്ള രൂപമാണ് നമ്മുടെ അന്തരാത്മാവായിട്ട് അവിടെ കുടികൊള്ളുന്ന. അവിടെ ഉപയോഗിക്കേണ്ട മന്ത്രം ശ്രീ ശിവപാർവതി മന്ത്രം ഉപയോഗിക്കാം. അതേപോലെ അവിടെ പറയേണ്ടുന്ന പ്രതിജ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ശ്രീ മാതാജിയോട് നിങ്ങൾക്ക് ആദ്യം ചോദിക്കാം, ശ്രീ മാതാജി ഞാൻ ശുദ്ധമായ ആത്മാവാണോ എന്ന് ആദ്യം ചോദിക്കാം. അവിടെ കൈവച്ചുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, ശ്രീ മാതാജി ഞാൻ ശുദ്ധമായ ആത്മാവാണോ. അത് കഴിഞ്ഞ് നിങ്ങൾ പൂർണ്ണമായ കോൺഫിഡൻസോടുകൂടി പറയാം. അവിടെ പറയുക, ശ്രീ മാതാജി അവിടുത്തെ കാരുണ്യത്താൽ ഞാൻ ശുദ്ധമായ ആത്മാവാണ്, ഞാൻ ശുദ്ധമായ ആത്മാവ് മാത്രമാണ്. കാരണം നമ്മൾ ഈ കാണുന്ന മനസ്സോ ശരീരമോ ബുദ്ധിയോ അഹങ്കാരമോ ഒന്നുമല്ലാത്ത യഥാർത്ഥത്തിൽ ഈ ആത്മാവിന് വസിക്കാനുള്ള താൽക്കാലികമായ ഇടം മാത്രമാണ് നമ്മുടെ ശരീരം. പക്ഷേ നമ്മൾ ആ ബോധത്തിലേക്ക് ഉയരാത്തതാണ് നമ്മുടെ സർവ്വ പ്രശ്നങ്ങൾക്കും കാരണം. ആ അന്തരാത്മാവാണെന്നുള്ള ആ ഒരു സത്യമാണ് എല്ലാത്തിലും എല്ലാമായി നിറഞ്ഞു നിൽക്കുന്ന ആ സത്യം തന്നെയാണ് നമ്മൾ എന്നുള്ള ആ ഒരു ബോധത്തിലേക്ക് നമ്മളെ ഉയർത്തിക്കഴിയുമ്പോൾ അത് തന്നെ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. അപ്പോൾ ആ പൂർണ്ണമായ കോൺഫിഡൻസോടുകൂടി നിങ്ങൾ അവിടെ പറയുക, ഞാൻ ശുദ്ധമായ ആത്മാവാണ്, ഞാൻ ശുദ്ധമായ ആത്മാവാണ്, ഞാൻ ശുദ്ധമായ പ്രകാശമാണ്, ഞാൻ സത്യം മാത്രമാണ് എന്നൊക്കെയുള്ള അഫർമേഷൻ നിങ്ങൾക്കിവിടെ പറയാം. അപ്പോൾ അതിലൂടെ ആ ഊർജ്ജകേന്ദ്രം അത് ശുദ്ധീകരിക്കാനും അവിടെയുള്ള ആ ഒരു ചൈതന്യത്തിൻ്റെ ആ ഒരു പ്രഭാവം എന്തെങ്കിലുമൊക്കെ അതിനെ മൂടിക്കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ അജ്ഞതകളോ ഒക്കെ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിലുള്ള അതിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് നമ്മളുടെ അജ്ഞത തന്നെയാണ്, നമ്മളുടെ അന്ധകാരം തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് നമ്മൾ ആത്മാവാണെന്നുള്ള ആ ഒരു തത്വം നമ്മളിൽ പ്രകാശിക്കാൻ തുടങ്ങുമ്പോൾ, ഇപ്പോൾ നമ്മൾ എത്രയൊരു ഇരുട്ടുള്ളിടത്താണെങ്കിലും നമ്മൾ ആ ഒരു പ്രകാശം കത്തിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇരുട്ട് വഴിമാറി കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ മാതിരി സത്യത്തിന് മുമ്പിൽ എല്ലാ അന്ധകാരവും വഴിമാറി കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായ ആ ഒരു ദൃഢമായ വിശ്വാസത്തോടുകൂടി ശ്രീ മാതാജിയോട് ഞാൻ ശുദ്ധമായ ആത്മാവാണ്, അവിടുത്തെ കാരുണ്യത്താൽ ഞാൻ ശുദ്ധമായ ആത്മാവ് മാത്രമാണ് എന്ന് നിങ്ങൾ പറയാൻ തുടങ്ങുന്തോറും നിങ്ങളുടെ ആ ആത്മാവിൻ്റെ പ്രഭാവം നിങ്ങൾക്ക് കൂടി വരുന്നത് വളരെ അനുഭവനീയമായിട്ടുള്ള വസ്തുവാണ്. അവിടെ ശ്രീ ശിവപാർവതി മന്ത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് ഇങ്ങനെ നിങ്ങളവിടെ ഹാർട്ട് ചക്രയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഓം ത്വമേവ സാക്ഷാൽ ശ്രീ ശിവപാർവതി സാക്ഷാൽ ശ്രീ ആദിശക്തി മാതാജി ശ്രീ നിർമ്മലാ ദേവി നമോ നമഃ. അപ്പോൾ അതുപോലെ തന്നെ അവിടെ ശ്രീ മാതാജിയോട് നിങ്ങൾക്ക് പൂർണ്ണമായും റിക്വസ്റ്റ് ചെയ്യാം, എൻ്റെ ഹൃദയം പൂർണ്ണമായും തുറന്നു തന്നാലും, എന്നെ ലോകത്തെ മുഴുവൻ ഒരുപോലെ സ്നേഹിക്കുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയം തുറന്നു തന്നാലും ശ്രീ മാതാജി ഞാൻ ശുദ്ധമായ ആത്മാവാണോ, ശ്രീ മാതാജി അവിടുത്തെ കാരുണ്യത്താൽ ഞാൻ ശുദ്ധമായ ആത്മാവ് മാത്രമാണ്, ഈ ആത്മാവല്ലാത്ത ഒന്നും ഞാനല്ല എന്ന് നിങ്ങൾ നിരന്തരം പറയുന്നതിലൂടെ അത് നന്നായിരിക്കും. അതേപോലെ ഇവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നത് അഗ്നിതത്വം വളരെ പ്രയോജനമുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു മെഴുകുതിരി നിങ്ങൾക്ക് കത്തിച്ചെടുക്കാം. എന്നിട്ട് സൗകര്യപ്രദമായി അത് കയ്യിലൊന്നും വീഴാത്ത രീതിയിൽ എന്തിനകത്തെങ്കിലും വെച്ച് പിടിക്കുക. എന്നിട്ട് ആ അഗ്നിയുടെ ആ ഒരു ഇത് ഇവിടെ നമുക്ക് കിട്ടത്തക്ക രീതിയിൽ അതിങ്ങനെ അവിടെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഇങ്ങനെ ചുറ്റി എന്നത് നല്ലതാണ്. അതേപോലെ നിങ്ങളുടെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഭൂമിയിലേക്ക് കളയാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് എല്ലാ ചക്രാസിലും ആവുന്ന എല്ലാ ഊർജ്ജ കേന്ദ്രങ്ങളിലും ഉപയോഗിക്കാവുന്ന മറ്റൊരു ട്രീറ്റ്മെൻറ്റാണ് ചെറുനാരങ്ങ എന്ന് പറയുന്നത്. ചെറുനാരങ്ങ നിങ്ങളുടെ എല്ലാ ഊർജ്ജ കേന്ദ്രങ്ങളിലും നിങ്ങൾ ആ ഊർജ്ജ കേന്ദ്രത്തിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി അതിലെന്തെങ്കിലും ദൂഷ്യവശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി എല്ലാ ഊർജ്ജ കേന്ദ്രങ്ങളിലും നിങ്ങൾക്ക് ഈ ചെറുനാരങ്ങയുടെ ഉപയോഗം നല്ലതാണ്. ചെറുനാരങ്ങയും ഒരു പച്ചമുളകും ഒക്കെ ചേർത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതൊക്കെ എന്തെങ്കിലും നെഗറ്റിവിറ്റീസൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് വരാതെയും ഒക്കെ നിങ്ങളെ രക്ഷിക്കാൻ അതിന് വലിയ കാര്യക്ഷമമായ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അത് എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ശരിയായ ഉപയോഗ രീതിയെപ്പറ്റിയൊക്കെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ആ ഒരു സെൻറ്ററുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെടാം. ഞങ്ങളുടെ ഈ നമ്പറുകളിലൊക്കെ ബന്ധപ്പെടാം. അതിന് വേണ്ട എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും.
അതുപോലെ ശ്രീമാതാജിയുടെ ഫോട്ടോയൊക്കെ ഉണ്ടെങ്കിൽ അതിന് മുമ്പിൽ നിങ്ങൾക്ക് ഈ ഒരു ചെറുനാരങ്ങയും ഒരു പച്ചമുളകും ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് വൈബ്രേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈബ്രേറ്റഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും യാത്രയൊക്കെ പോകുമ്പോൾ നിങ്ങളൊരു തുടക്കക്കാർക്കൊക്കെ നിങ്ങൾ ആ പൂർണ്ണമായിട്ടും ആ ഒരു അന്തരാത്മാവായിട്ടുള്ള ആ ഒരു കോൺഫിഡൻസിലേക്ക് വരുന്നതുവരെ ഒക്കെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്കത് നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ടൊക്കെ പോകാവുന്നതാണ്. അപ്പോൾ വെളിയിൽ നിന്നുള്ള ആ നെഗറ്റിവിറ്റീസ് ഒന്നും തന്നെ നിങ്ങളെ ബാധിക്കാതെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സംരക്ഷണം ഉണ്ടാവും. പൊതുവേ നിങ്ങൾ ഈ കുണ്ടലിനിയെ ഉയർത്തിയിട്ട് നിങ്ങൾ ആ ബന്ധം ചെയ്ത് ആ ബ്രഹ്മചൈതന്യത്തിൽ നിൽക്കണം എന്നുള്ള ആ ഒരു റിക്വസ്റ്റ് മദർ അമ്മയോട് ചെയ്തതിന് ശേഷം നിങ്ങൾ വെളിയിൽ പോകുമ്പോൾ തന്നെ നിങ്ങൾ പൊതുവേ പ്രൊട്ടക്റ്റഡ് ആണ്. വീണ്ടും നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഭയങ്ങളോ ഭീതികളോ ഒക്കെ നിങ്ങളെ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കുറച്ച് റിച്വൽ മാർഗ്ഗങ്ങളൊക്കെ കൂടെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പൂർണ്ണമായ നിങ്ങൾ ആ കോൺഫിഡൻസ് ലെവലിലേക്ക് വരുന്നതുവരെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ആ ഇമെയിൽ ഐ.ഡിയിലും നമ്പറിലും ഒക്കെ ബന്ധപ്പെടുക. എല്ലാം ഇത് സഹജയോഗ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ പൂർണ്ണമായ ആ ഒരു സറണ്ടറിങ്ങോടുകൂടിയുള്ള ആ സമർപ്പണത്തോടു കൂടിയുള്ള ധ്യാനത്തിലൂടെയും ഈ പറഞ്ഞു തരുന്ന ചികിത്സാ മാർഗ്ഗങ്ങളൊക്കെ ഉപയോഗപ്പെടുന്നതിലൂടെയും മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ ഉയർത്താൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഇതിനകത്തൊന്നും തന്നെ നിങ്ങൾക്ക് കാശ് കൊടുത്ത് മേടിക്കാൻ കഴിയുന്നതായിട്ടില്ല. അപ്പോൾ ആ ഒരു എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് ആ അന്തരാത്മാവിൻ്റെ ആനന്ദം അനുഭവിക്കാവുന്ന ഒരു തരത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഉയർത്താൻ കഴിയുമാറാകട്ടെ. വീണ്ടും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ജയ് ശ്രീ മാതാജി. Why worry about the vibrations? I don't understand. What's the need? If it is not there, well and good. As long as you feel the peace of your spirit, you just put your hands to another person. Especially if you have been to some other gurus and some other meditation centers and all that, where you have been jumping morning till evening, you see. You don't want to believe that Sahaja Yoga you get only by sitting quietly. Now there are ways and methods for improving your vibration. As you know, in Sahaja Yoga they are all described. For people who suffer from ego, I think best thing is to put your hands into the eyes, right hand. Maybe. It may work. Try it. But don't prepare. Just push your hand into eyes sometimes. It may work. And for people who suffer from superego, little bit burning your hand on the candle may help. Just try. Because the hands are not sensitive. So there is a heat or a cool too much. Either you are a frozen personality or you are a heated personality. You are not in the center. So if you are a frozen personality, better melt it a little bit. Try. I never said this before because half of you would have run away if I had said this. But don't burn it to have blisters, I am saying. Just a little bit, try to see that if you burn your finger, the sensitivity will increase. But someone is thinking just now that if you have both the problems, what do you do? There are permutations and combinations. Because if you get out of your ego, you have a big superego that comes up. And if you get after your superego, the ego comes.